ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് വരാം. അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പ്രീമിയമാണ്. പ്രീമിയം. അടുത്ത ഹെഡിങ് റീ ഇൻഷുറൻസ്. റീ ഇൻഷുറൻസ് ഈസ് ദ ഇൻഷുറൻസ് എഫക്റ്റഡ് ബൈ ആൻ ഇൻഷുറൻസ് കമ്പനി വിത്ത് അനദർ ഇൻഷുറൻസ് കമ്പനി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ റെസ്പെക്ട് ഓഫ് പോളിസീസ് അക്സെപ്റ്റഡ്. അപ്പോൾ റീ ഇൻഷുറൻസ് എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ. അത് ഒരു ഇൻഷുറൻസ് കമ്പനി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ റെസ്പെക്ട് ഓഫ് പോളിസീസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ കൂടുതൽ പോളിസികൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ റിസ്ക് ഇവർക്ക് തന്നെ വരും. അപ്പോൾ അത് നേരിടാനായിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറച്ച് പോളിസികൾ മറ്റൊരു കമ്പനിയിലേക്ക് ഇവർ തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ ഇൻഷുർ ചെയ്യുന്നതിനാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. It is usually resort to when one company feels that the risk undertaken by it much more than what it can bear. ഇത് എപ്പോഴാണ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പനിക്ക് എന്ത് തോന്നുന്നു, അവർ ഏറ്റെടുത്തിരിക്കുന്ന റിസ്ക്, അപ്പോൾ ഇൻഷുറൻസിൻ്റെ ക്ലെയിം ആയിട്ടുണ്ടെങ്കിൽ എല്ലാം റിസ്ക് ആണല്ലോ, കാരണം പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന റിസ്ക് അവർക്ക് വഹിക്കാവുന്നതിലും കൂടുതലാണെങ്കിൽ, അവർക്ക് താങ്ങാവുന്നതിലും കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ വാട്ട് ഇറ്റ് ക്യാൻ ബിയർ, അവർക്ക് താങ്ങാവുന്നതിനും കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും, മറ്റൊരു കമ്പനിയിലേക്ക് അവർ കുറച്ച് പോളിസീസ് കൊടുക്കും. ഇൻ കേസ് ഓഫ് റീ ഇൻഷുറൻസ്, ദ കമ്പനി വിച്ച് ട്രാൻസ്ഫേഴ്സ് ദ റിസ്ക് ആൻഡ് ദ കമ്പനി ടു വിച്ച് ദ റിസ്ക് ഈസ് ട്രാൻസ്ഫേർഡ് ഷുഡ് ഷെയർ ദ പ്രീമിയം ഇൻ പ്രൊപ്പോർഷൻ ടു ദ റിസ്ക് അണ്ടർടേക്കൻ ബൈ ദം. അപ്പോൾ ഇങ്ങനെ പോളിസികൾ കൈമാറുമ്പോൾ അവർക്ക് കിട്ടിയ പ്രീമിയത്തിൻ്റെ ഒരു ഭാഗം കൈമാറണം. അപ്പം ആ ഒരു തുകയും ഈ റീ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൊടുക്കണം. അക്കോർഡിംഗ്ലി ദ ഒറിജിനൽ ഇൻഷുറർ ഷുഡ് പേ ദ പ്രീമിയം റിലേറ്റിംഗ് ടു ദ റിസ്ക് ട്രാൻസ്ഫർ ചെയ്ത റീ ഇൻഷുറർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് ഇൻഷുറൻസ് കമ്പനികൾ വരും, ഒറിജിനൽ ഇൻഷുറൻസും റീ ഇൻഷുറൻസും. അപ്പോൾ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം, അവർക്ക് കിട്ടുന്ന പ്രീമിയത്തിൻ്റെ ഭാഗം റീ ഇൻഷുറൻസിലേക്ക് കൈമാറണം. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ദ പ്രീമിയം പേയബിൾ ബൈ ദ ഒറിജിനൽ ഇൻഷുറർ ടു ദ റീ ഇൻഷുറർ ഈസ് കോൾഡ് റീ ഇൻഷുറൻസ് പ്രീമിയം സിഡഡ്. റീ ഇൻഷുറൻസ് പ്രീമിയം സിഡഡ്, CEDED, സിഡഡ് എന്നുള്ള വാക്കുണ്ടോ. അപ്പോൾ ഇവിടെ ഒറിജിനൽ ഇൻഷുറർ റീ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പ്രീമിയം കൊടുത്താൽ അതിന് പറയുന്ന പേരാണ് റീ ഇൻഷുറൻസ് പ്രീമിയം സീഡഡ്. സീഡഡ് എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു ബിസിനസ് വേണ്ടെന്ന് വെക്കുകയാണല്ലോ. അപ്പോൾ ഇവർക്ക് റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാതില്ലാത്ത കാരണം ഇവർക്ക് കിട്ടിയ ബിസിനസ് ഇവർ മറ്റൊരു കമ്പനിയിലേക്ക് കൈമാറുന്നു. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് റീ ഇൻഷുറൻസ് പ്രീമിയം സീഡഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റ്ലി ഷോൺ ദ റവന്യൂ അക്കൗണ്ട് ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം പ്രീമിയം ഇൻകം. അപ്പോൾ പ്രീമിയം ഇൻകത്തിനകത്ത് അത് കുറച്ച് കാണിക്കണം, കാരണം അത് എന്താണ്, അവർക്ക് വന്നിരിക്കുന്ന ഒരു ചിലവാണ്. കാരണം അവർ മറ്റൊരു കമ്പനിക്ക് കൊടുക്കേണ്ട തുകയാണ്. സാധാരണ ഇതിൽ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം ഇൻകം ആണെങ്കിലും റീ ഇൻഷുറൻസ് പ്രീമിയം സീഡഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. സിമിലർലി റീ ഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ഇൻ സെപ്പറേറ്റ്ലി ഷോൺ ദ റവന്യൂ അക്കൗണ്ട് ആസ് എ പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് ആൻഡ് ഈസ് ആഡഡ് ടു ദ പ്രീമിയം. ഇനി നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തേക്കാം, ഇൻഷുറൻസ് സ്വീകരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്വീകരിക്കുന്ന കമ്പനിയുടെ അക്കൗണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൈസ കിട്ടുവാണല്ലോ, മറ്റു കമ്പനിയിൽ നിന്നും റീ ഇൻഷുറൻസിൻ്റെ പേരിൽ നമുക്ക് പൈസ കിട്ടുകയാണ്. അതിന് പറയുന്ന പേരാണ് പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. പ്രീമിയം ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അപ്പോൾ ഈ രണ്ട് ടേംസുകളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. റീ ഇൻഷുറൻസ് പ്രീമിയം സ്ഥിരഡ് അത് എക്സ്പെൻസും, പ്രീമിയം റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻകമാണ്. അപ്പോൾ ഇവിടെ പ്രീമിയം സ്വീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പ്രീമിയം റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ വരും, കാരണം നമ്മുടെ കമ്പനി ഏത് കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ കമ്പനി ഒറിജിനൽ ഇൻഷുറർ ആയിരിക്കാം, ചിലപ്പോൾ റീ ഇൻഷുറർ ആയിരിക്കാം. റീ ഇൻഷുറർ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അക്സെപ്റ്റഡ് ആണ്. ഇനി ഒറിജിനൽ ഇൻഷുറർ ആണെങ്കിൽ സീഡഡ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ അവരുടെ ഇൻഷുറൻസിൻ്റെ ഒരു തുക കൈമാറുന്നു. അതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് ടേംസ് ഓർത്തിരിക്കുക, റീ ഇൻഷുറൻസ് സിഡഡും റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അടുത്ത ഡബിൾ ഇൻഷുറൻസ്. ഇഫ് ദ സെയിം സബ്ജക്റ്റ് മാറ്റർ ഈസ് ഇൻഷുർഡ് വിത്ത് ദ മോർ ദാൻ വൺ ഇൻഷുറൻസ് കമ്പനി ഇറ്റ് ഈസ് നോൺ ആസ് ഡബിൾ ഇൻഷുറൻസ്. ഇത് സിമ്പിളാണ്. സെയിം സബ്ജക്റ്റ് മാറ്റർ, ഒരു സബ്ജക്റ്റ് മാറ്റർ തന്നെ ഒന്നിലധികം കമ്പനികൾ ഇൻഷുർ ചെയ്താൽ അതിനാണ് ഡബിൾ ഇൻഷുറൻസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു വീട് നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട്, അത് രണ്ട് കമ്പനി നമ്മൾ ഇൻഷുർ ചെയ്താലോ, അപ്പോൾ അതിനാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്.
On taking reinsurance, the original insurance company is selling a part of its business to the other company called a reinsurer. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം റീഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അല്പം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഒരു റീഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്? അവർക്ക് കിട്ടിയിരിക്കുന്ന ബിസിനസ് ആണല്ലോ ഈ പോളിസികൾ. ആ പോളിസികളുടെ ഒരു ഭാഗം അല്ലെ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ഏത് കമ്പനിക്ക്? റീഇൻഷുറർക്ക് കൊടുക്കുകയാണ്. Here, the original insurer is acting as an agent to the reinsurer for which commission is payable to the original insurer. അതുകൊണ്ട് ഇവിടെ ഒറിജിനൽ ഇൻഷുറർ ആരായിട്ട് പ്രവർത്തിക്കുന്നു? ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം റീഇൻഷുറർക്ക് കുറച്ച് ബിസിനസ് പിടിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ ഇവർക്ക് കമ്മീഷൻ ലഭിക്കേണ്ടതാണ്. മനസ്സിലായോ? ഒറിജിനൽ ഇൻഷുറർക്ക് റീഇൻഷുറർ എന്ത് ചെയ്യണം? ഈ ഒരു ബിസിനസ് കൊടുക്കുന്നതിന് കമ്മീഷൻ കൊടുക്കണം. ടു ദ ഒറിജിനൽ ഇൻഷുറർ ഹു റിസീവ്സ് സച്ച് കമ്മീഷൻ, it is a commission on reinsurance ceded, and the reinsurer, it is a commission on reinsurance accepted. അപ്പോൾ ഇവിടെ ഒറിജിനൽ ഇൻഷുറർക്ക് കമ്മീഷൻ കിട്ടുമ്പോൾ അതിനൊരു പേരുണ്ട്. എന്താണ് കമ്മീഷൻ്റെ പേര്? കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ എന്താണ്? പ്രീമിയം ഓൺ റീഇൻഷുറൻസ് സീഡഡ്, അത് എക്സ്പെൻസ് ആണ്. ഇവിടെ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഇൻകം ആയിട്ട് വരും. കാരണം അവർ കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസിന് റീഇൻഷുറർ ഇവർ കൊടുക്കുന്നൊരു കമ്മീഷൻ, അതിന് പറയുന്ന പേരാണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡഡ്. ഇനി റീഇൻഷുററെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്. ഇവിടെ കമ്മീഷൻ സ്വീകരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, അക്സെപ്റ്റഡ് എന്നുള്ള വാക്ക് കണ്ടപ്പോൾ ശ്രദ്ധിക്കുക. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ റീഇൻഷുറൻസ് അവർ അക്സെപ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇവർ കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? റീഇൻഷുറൻസ് സ്വീകരിച്ചതുകൊണ്ട് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു. ആ അർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പേര്? കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്. Commission on reinsurance ceded is an income and hence deducted from the commission on direct business. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സീഡ് എന്ന് പറയുമ്പോൾ ഇൻകമാണ്. കാരണം അവർക്ക് കിട്ടിയ വരുമാനമാണല്ലോ, ബിസിനസ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടിയ വരുമാനമാണ്. അതവരുടെ കമ്മീഷൻ എന്നുള്ള ബിസിനസ്സിൻ്റെ പ്രധാന വരുമാനമായിട്ട് കാണിക്കണം. എന്നാൽ റീഇൻഷുറൻസ് സംബന്ധിച്ചുള്ള എക്സ്പെൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് അക്സെപ്റ്റഡ്. അത് എക്സ്പെൻസ്, അത് കമ്മീഷൻ എന്നുള്ള എക്സ്പെൻസിനൂടെ ആഡ് ചെയ്യണം. ഇൻകം എക്സ്പെൻസുമായിട്ട് വ്യത്യാസം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾ 2 കമ്മീഷൻ എക്സ്പെൻസിനുണ്ടാവും. നമ്മൾ ഓരോ ഷെഡ്യൂൾസ് സഹിതമാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഓരോന്നിനും ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾസ് പ്രീമിയം ആണ്, രണ്ടാമത്തെ ഷെഡ്യൂൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ക്ലെയിംസ്. Claims refers to the amount payable by the insurance company to the insured as per the insurance contract. ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് കൊടുക്കുന്ന തുക. ഇൻഷുർഡ് ആരാണ്? ഇൻഷുർഡ് എന്ന് പറയുമ്പോൾ പോളിസി എടുത്തിരിക്കുന്ന വ്യക്തി, പോളിസി ഹോൾഡർ അല്ലേ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് അവരുടെ കോൺട്രാക്റ്റ് പ്രകാരം കൊടുക്കുന്ന തുകയാണ് ക്ലെയിം. ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്, ക്ലെയിംസ് ഷാൾ എറൈസ് ഐദർ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് ഓർ ഓൺ ദ മച്യൂരിറ്റി ഓഫ് ദ പോളിസി ബൈ ദ എക്സ്പയറി ഓഫ് ദ പീരീഡ്. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ക്ലെയിം എപ്പോഴാണ് സംഭവിക്കുക? ഒന്നുകിൽ ഇൻഷുറൻസ് എടുത്തയാളുടെ മരണത്തോടെ ക്ലെയിം കൊടുക്കണം, അല്ലെങ്കിൽ ഈ പോളിസിയുടെ കാലാവധി എത്തുമ്പോൾ ക്ലെയിം കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് സമയത്താണ് ക്ലെയിംസ് കൊടുക്കുന്നത്. ക്ലെയിംസ് ആർ ദ ഷോൺ ദ ഷെഡ്യൂൾ ഫോർ ബെനിഫിറ്റ് പെയ്ഡ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ചെലവാണ് ക്ലെയിം. ഇൻഷുറൻസ് കമ്പനിയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് എന്ന് പറയുന്നത് ക്ലെയിമാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെഡ്യൂൾ 4 ബെനിഫിറ്റ് പെയ്ഡ് എന്നുള്ള ഷെഡ്യൂളിൽ നമ്മൾ തയ്യാറാക്കും. ഇനി ക്ലെയിമിനോട് ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റാണ്. നമ്മൾ പ്രീമിയം പഠിച്ച പോലെ തന്നെ ക്ലെയിമിന് ഒരു ഫോർമാറ്റുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലെയിം പെയ്ഡ് ആദ്യം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡിലെ അല്ലെങ്കിൽ വർഷാവസാനത്തെ ക്ലെയിംസ് ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് എന്തും കൂടെ ഉൾപ്പെടുന്നുണ്ട്? ഇൻക്ലൂഡിങ് ക്ലെയിം ഇൻറ്റിമേറ്റ് ബട്ട് നോട്ട് എക്സ്പെക്റ്റഡ്. ചിലപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അംഗീകരിച്ചിട്ടില്ലാത്ത എമൗണ്ട് പോലും ഇൻഷുറൻസ് കമ്പനി അംഗീകരിക്കാത്ത എമൗണ്ട് പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇനി ക്ലെയിമിനോടുകൂടി എന്ത് ചെയ്യണം? എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇനി ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യണം. റീഇൻഷുറൻസ് റിക്കവറീസ് ലെസ് ചെയ്യണം. റീഇൻഷുറൻസ് റിക്കവറീസ് എന്ന് പറയുന്നത് അർത്ഥം, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലെയിം കൊടുക്കുമ്പോൾ അവരും കൂടെ സഹായിക്കണമല്ലോ. അപ്പം ഇത് നമ്മൾ തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്നും പൈസ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് നമ്മുടെ മൊത്തം ചിലവിൻ്റെ അകത്ത് അത് കുറയ്ക്കാൻ പറ്റും. ക്ലെയിം എന്ന് പറയുമ്പോൾ മൊത്തം ചിലവാണല്ലോ. അപ്പോൾ ആ ചിലവിനകത്ത് നമുക്ക് ഈ റീഇൻഷുറൻസ് കമ്പനി നമുക്ക് തന്നാൽ അത് കുറയ്ക്കാൻ പറ്റും. ഞാനൊരു എൻട്രി ഉണ്ട് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിമിൻ്റെ കാര്യത്തിൽ. ക്ലെയിംസ് അക്കൗണ്ട് അപ്റ്റഡ്, ക്ലെയിംസ് ഇൻറ്റിമേറ്റ് ബട്ട് നോട്ട് എക്സ്പെക്റ്റഡ്, ക്ലെയിം ഇൻറ്റിമേറ്റ് ബട്ട് നോട്ട് അക്സെപ്റ്റഡ്. അപ്പോൾ ഈ ഒരു എൻട്രി ജസ്റ്റ് ഓർത്തിരിക്കുക.
ഫോർ ഡിഡക്റ്റിംഗ് ഇത് എമൗണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? റീഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട് ക്ലെയിം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് തന്നെ നോക്കിയിട്ട് അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ ജനറേഷൻ നോക്കിയാൽ മനസ്സിലാവും. അടുത്ത ആനുവിറ്റി. ഇറ്റ് ഈസ് ആൻ ആനുവൽ പേയ്മെൻറ്റ് വിച്ച് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗ്യാരണ്ടീസ് ടു പേ ഫോർ എ ലംസം മണി റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ആനുവിറ്റി എന്ന് പറയുമ്പോൾ വാർഷികമായിട്ട് കൊടുക്കുന്നൊരു തുക. ഇൻഷുറൻസ് കമ്പനി ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഒരു ലംസം തുക സ്വീകരിച്ചിട്ട്, പോളിസി ഹോൾഡറിൽ നിന്നും മൊത്തം ഒരു തുക സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആനുവൽ പേയ്മെൻറ്റ് നടത്തും. അങ്ങനൊരു പോളിസി, അതായത് ഒരു വലിയ തുക, ഇപ്പോൾ ഒരു 1,00,000 രൂപ ഒരു ആളിൽ നിന്ന് സ്വീകരിച്ചിട്ട് അവർക്ക് മാസം ഒരു 5,000 രൂപയോ അല്ലെങ്കിൽ 2,000 രൂപയോ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ മാസമല്ല, വർഷം ഓരോ വർഷവും ഒരു നിശ്ചിത തുക കൊടുക്കുന്നതിനാണ് ആനുവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ആനുവിറ്റി ഈസ് ആൻ എക്സ്പെൻസ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബെനിഫിറ്റ് ഷെഡ്യൂൾ ഫോർ ബെനിഫിറ്റ് പെയ്ഡ്. ആനുവിറ്റി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്, ഇൻഷുറൻസ് കമ്പനിയുടെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഷെഡ്യൂൾ ഫോർ ബെനിഫിറ്റ് പെയ്ഡ് എന്നുള്ള ഷെഡ്യൂളിൽ നമ്മളിത് കാണിക്കണം. ഇനി ദ എമൗണ്ട് ദാറ്റ് ദി ഇൻഷുറൻസ് കമ്പനി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫ്രം ദ ആനുറ്റന്റ് ആസ് ദ കൺസിഡറേഷൻ ഫോർ ഗ്രാൻഡിങ് ആനുവിറ്റീസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ്. ഇവിടെ ആനുവിറ്റീസ് കൊടുക്കുന്നത് ഒരു ലംസം തുക, ഒരുമിച്ചൊരു തുക ഇൻഷുറൻസ് കമ്പനി സ്വീകരിച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ഒരുമിച്ചൊരു തുക സ്വീകരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു ഇൻകമാണ്. അതിന് പറയുന്ന പേരുണ്ട് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ്. ഓർത്തിരിക്കുക, കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ്. ആനുവിറ്റീസ് നൽകാനായിട്ട് സ്വീകരിക്കുന്ന കൺസിഡറേഷൻ, അത് ഇവരുടെ ഇൻകമാണ്. ഇറ്റ് ഈസ് ആൻ ഇൻകം ടു ദ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഈസ് ക്രെഡിറ്റ് ടു റവന്യൂ അക്കൗണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 ടൈംസ് ഓർത്തിരിക്കുക. വെറുതെ ആനുവിറ്റീസ് ഗ്രാൻഡഡ് എന്ന് കൊടുത്താൽ, അല്ലെ ആനുവിറ്റീസ് എന്ന് കൊടുത്താൽ അത് എക്സ്പെൻസ് ആണ്. എന്നാൽ കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻഡഡ് എന്നുള്ള ഐറ്റമാണെങ്കിൽ അത് ഇൻകമാണ്. അടുത്ത സറണ്ടർ ഓഫ് പോളിസി. Surrender of policy is the outright sale of policy by the insured to the insurance company before the maturity of the policy. പോളിസി മച്യൂർ ആകുന്നതിന് മുമ്പ് ഈ പോളിസി മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയിൽ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് സറണ്ടർ ഓഫ് പോളിസി എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂഷ്വലി ഡൺ ബൈ ദ പോളിസി ഹോൾഡർ when he is urgently need of certain fund or is unable to pay the insurance premium in future. ഇപ്പോൾ കുറച്ചു കാലം പ്രീമിയം അടച്ചൊരു പോളിസിയുടെ ഇപ്പോൾ ഒരു പോളിസി ഹോൾഡർക്ക് തോന്നുകയാണ് അദ്ദേഹത്തിന് ഇനി തുടർന്ന് പ്രീമിയം അടയ്ക്കാൻ കഴിയില്ല. അങ്ങനെ തോന്നുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോളിസി മെച്യൂർ ആകാറായിട്ടുണ്ട്, ഇപ്പോൾ ഉടനെ തന്നെ കുറച്ച് തുക വേണം. ഈ 2 സാഹചര്യത്തിൽ എന്ത് ചെയ്തേക്കാം? പോളിസി ഹോൾഡർക്ക് ആ പോളിസി എന്ത് ചെയ്യാം? ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ട് തിരിച്ചു കൊടുക്കാം. അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് പൈസ അവർക്ക് വാങ്ങിക്കാം. ദ വാല്യൂ പെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഈസ് ദ സറണ്ടർ ഓഫ് പോളിസീസ് നോൺ ആസ് സറണ്ടർ വാല്യൂ. അങ്ങനെ പോളിസി തിരിച്ചു വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുന്നതിന് സറണ്ടർ വാല്യൂ എന്ന് പറയും. The amount surrender value depend on the premium already paid by the policy holder. സറണ്ടർ വാല്യൂ തീരുമാനിക്കുന്നത് എന്താണ്? ഇതുവരെ എത്രത്തോളം പ്രീമിയം അടച്ചു എന്നുള്ളതാണ് സറണ്ടർ വാല്യൂ തീരുമാനിക്കുന്നത്. അതും ബെനിഫിറ്റ് പെയ്ഡിനകത്താണ് കാണിക്കുന്നത്. അടുത്ത പെയ്ഡ് അപ്പ് വാല്യൂ. When a policy holder is unable to pay the premium of the policy, he may be allowed to get the paid up value of the policy. In other words, the policy holder is relieved from the payment of premium in future, but the paid up amount is not paid in insured immediately, but usually paid in future. പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാലോ, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നു സറണ്ടർ, ഏതാണ്ട് അതേപോലെയുള്ളൊരു അർത്ഥമാണുള്ളത്. ഇവിടെയും ഒരു പോളിസി ഹോൾഡർക്ക് അയാളുടെ പ്രീമിയം അടയ്ക്കാൻ കഴിയില്ലാതെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അത് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് കൊടുക്കുന്നൊരു തുകയാണ് പെയ്ഡ് അപ്പ് വാല്യൂ. പക്ഷേ ഇവിടെ ഈ സറണ്ടറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പെയ്ഡ് അപ്പ് വാല്യൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പെയ്ഡ് അപ്പ് വാല്യൂ കൊടുക്കുന്ന ഉടനെ കൊടുക്കുകയില്ല. സറണ്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കൊടുക്കും, കാരണം അവരുടെ പോളിസി മെച്യൂർ ആകാറായ പോളിസിയാണ് സറണ്ടർ ചെയ്യുന്നത്. എന്നാൽ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1-2 പ്രീമിയം അടച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രീമിയം അടച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് ഈ പോളിസി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അടച്ച തുക ഇരിക്കാനായിട്ട് എന്ത് ചെയ്തേക്കാം? ഇവർ കൊണ്ട് ഇത് തിരിച്ചു കൊണ്ടേ കൊടുക്കും. അപ്പോൾ പെയ്ഡ് അപ്പ് വാല്യൂ കൊടുക്കുന്നത് എപ്പോഴായിരിക്കും? ബട്ട് ദ പെയ്ഡ് അപ്പ് എമൗണ്ട് ഈസ് നോട്ട് പെയ്ഡ് ഇൻഷുർഡ് ഇമ്മീഡിയറ്റ്ലി. ഈ പോളിസി തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ, സറണ്ടർ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇത് പൈസ കൊടുക്കുകയില്ല ഉടനെ തന്നെ. ഒരുപക്ഷെ ഭാവിയിലായിരിക്കും, ചിലപ്പോൾ 5-10 വർഷം കഴിയുമ്പോഴായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ ഈ പോളിസിയുടെ കാലാവധി കഴിയുമ്പോഴായിരിക്കും ഈ അടച്ച തുക തിരിച്ചു കൊടുക്കുക. പെയ്ഡ് അപ്പ് വാല്യൂ തീരുമാനിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്, സം അഷ്യൂർഡ് ഇൻറ്റു നമ്പർ ഓഫ് പ്രീമിയം പെയ്ഡ് ഡിവൈഡ് ബൈ ടോട്ടൽ പ്രീമിയം പേയബിൾ. അതാണ് പെയ്ഡ് അപ്പ് വാല്യൂ. അപ്പോൾ സറണ്ടറും പെയ്ഡ് അപ്പ് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? സറണ്ടർ നമ്മുടെ പോളിസി കൊണ്ടേ കൊടുക്കുന്നു, അപ്പോൾ തന്നെ അതിനൊരു തുക തിരിച്ചു കൊടുക്കുന്നു.
പെയ്ഡ് വാല്യൂ എന്ന് പറയുമ്പോൾ പോളിസിയുടെ പ്രീമിയം ഇനി അടയ്ക്കാൻ കഴിയില്ലാത്ത സാഹചര്യത്തിൽ അടച്ച തുക നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ഈ പോളിസി കൊണ്ട് തിരിച്ചു കൊടുക്കുന്നു. അത് പിന്നീട് എപ്പോഴും അവർ അടച്ച തുകയുടെ ഒരു അനുപാതം അനുസരിച്ച് തിരിച്ച് പൈസ കൊടുക്കുന്നു. അടുത്ത ബോണസ്. ബോണസ് ഈസ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിച്ച് എ പോളിസി ഹോൾഡർ ഗെറ്റ്സ് ദ ഇൻഷുറൻസ് കമ്പനി. ബോണസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ടു ദ ഹോൾഡേഴ്സ് വിത്ത് പ്രോഫിറ്റ് പോളിസി. വിത്ത് പ്രോഫിറ്റ് പോളിസികൾക്കാണ് ഇത് കൊടുക്കുന്നത്. ആസ് പെർ റൂള് 95% ഓഫ് ദി പ്രോഫിറ്റ് ഏൺ ബൈ ദ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബോണസ് ടു ദ പോളിസി ഹോൾഡേഴ്സ് ആസ് ബോണസ്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി ഒരു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഗവൺമെൻറ് സ്ഥാപനമാണ്. അവരുടെ റൂൾ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 95% എന്ത് ചെയ്യണം, ഇങ്ങനെ ബോണസായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കണം. ബോണസ് മേ ബി 3 ടൈപ്സ്. സാധാരണ ബോണസ് 3 തരത്തിലുണ്ട്. ഒന്ന്, ക്യാഷ് ബോണസ്. ദിസ് ഈസ് എമൗണ്ട് ഓഫ് ബോണസ് പെയ്ഡ് ഇൻ ക്യാഷ്. ഇത് പൈസയായിട്ട് തന്നെ കൊടുക്കുന്നതാണ്, എക്സ്പെൻസ് ആണ്, റവന്യൂ അക്കൗണ്ടിൽ കാണിക്കണം. റിവേഷണറി ബോണസ്. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദ പ്രോഫിറ്റ് പേയബിൾ ആസ് എ ബോണസ് ടു ദ പോളിസി ഹോൾഡർ ഓൺ ദ മച്യൂരിറ്റി ഓഫ് ദ പോളിസി. ഇറ്റ് ഈസ് പെയ്ഡ് അലോങ് വിത്ത് ദ പോളിസി എമൗണ്ട്. ഇത് റിവേഷണറി ബോണസ് എന്ന് പറയുമ്പോൾ ഈ പോളിസി മച്യൂർ ആകുമ്പോൾ പോളിസി തുക കൊടുക്കുമല്ലോ, ആ പോളിസി തുകയോട് കൂടി കൊടുക്കുന്നതാണ് റിവേഷണറി ബോണസ്. മനസ്സിലായോ? പോളിസി തുകയോട് കൂടി, ഇപ്പം നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പൈസ നമുക്ക് കിട്ടും അതിൻ്റെ മച്യൂരിറ്റി കാലാവധി എത്തുമ്പോൾ. അങ്ങനെ ആ കാലാവധിയോടൊപ്പം നമുക്ക് തരുന്ന ബോണസാണ് റിവേഷണറി ബോണസ്. ക്യാഷ് ബോണസ് എന്ന് പറയുമ്പോൾ ചിലപ്പം 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോഴോ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം കമ്പനി കൊടുക്കും. അതിനാണ് ക്യാഷ് ബോണസ്. അടുത്ത ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഹിയർ instead of paying bonus in cash to the policy holder, the insurance company deducts the amount from the premium payable to it. ഇവിടെയും ബോണസ് ശരിക്കും കൊടുക്കുന്നുണ്ട്, പക്ഷേ ബോണസ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. എന്താണ് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോളിസി കൊണ്ട് അടയ്ക്കുന്ന തുകയാണെന്ത്? പ്രീമിയം. പോളിസി ഹോൾഡർക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന തുകയാണെന്ത്? ബോണസ്. അപ്പം പോളിസിയുടെ പ്രീമിയം അടയ്ക്കേണ്ട സമയത്ത് ബോണസ് കൊടുക്കാൻ തയ്യാറായാൽ ഈ ബോണസും പ്രീമിയം നമ്മൾ സെറ്റിൽ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ട പ്രീമിയത്തിൻ്റെ അകത്തുനിന്ന് ബോണസ് കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ അത് കുറച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി? പ്രീമിയം അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സെറ്റിൽ ചെയ്യുന്നതിന് പറയുന്നവരാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. മനസ്സിലായോ? അപ്പോൾ കമ്പനി ബോണസ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് പോളിസി ഹോൾഡർ എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രീമിയം അടയ്ക്കാറാകുമ്പോൾ ഇവർക്ക് ബോണസ് ഉണ്ടെങ്കിൽ ആ ബോണസ് കുറച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി? പ്രീമിയം അടച്ചാൽ മതി. അങ്ങനെ അതിന് പറയുന്ന പേരാണ് ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം. നമ്മൾ നേരത്തെ ടൈം പറഞ്ഞായിരുന്നു പ്രീമിയത്തിൻ്റെ ആ ഫോർമാറ്റ് നേരത്തെ പ്രീമിയത്തിൻ്റെ ഫോർമാറ്റിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടോ? ആഡ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റഡ്. അപ്പോൾ ഇത് ഇവിടെ പ്രീമിയത്തിനോട് ആഡ് ചെയ്യണം, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചിട്ട് നോട്ട്സ് എഴുതി അയച്ചു തരിക. ഓക്കെ.